തകർത്തല്ലോ, പൊളിച്ചടുക്കി. ഇന്നത്തെ എപ്പിസോഡ് തകർത്തല്ലോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് 5 മിനിറ്റ് സൈഡിലേക്ക് മാറിക്കാം. സലീം ഈ ബിഗ് ബോസ് കയറിയപ്പോ ലക്ഷ്മി കുറച്ച് സപ്പോർട്ട് കൂടിയെന്ന് പറയുന്നുണ്ട്. കൂടിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞു. വേറെ ഒരു കോണ്ടന്റും ഇല്ലാതെ, വേറെ പ്രത്യേകിച്ച് ആക്റ്റീവായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ഞാൻ കാരണം കുറച്ച് സപ്പോർട്ട് കിട്ടിയെങ്കിൽ ലെറ്റ് ദം ഹാവ് ഇറ്റ്. അങ്ങനെ ബിഗ് ബോസിന് ഒരു സീസണിലും പ്രത്യേകിച്ച് അങ്ങനെ ഫേവറേറ്റിസം ആരുടെ കാണിക്കാറില്ല എന്നാണ് എന്റെ ഒരു. റിയാസ് പോയത് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ മാത്രമാണോ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഞാൻ എന്നെ വിളിച്ചതുകൊണ്ട് ടാസ്കിന് വേണ്ടി പോയതാണ്. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യാൻ പോയത്. കുറച്ച് പേരുണ്ട്, കുഴപ്പമില്ല. ഐ ലൈക്ക് ജുസേൽ, ഐ ലൈക്ക് ആദില, നൂറ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓൾ ഗുഡ്. ഇപ്പൊ ബിഗ് ബോസിൽ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ആദ്യമായിട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ്, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ്. വീണ്ടും 3ാമത്തെ പ്രാവശ്യമാണ് ആക്ച്വലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. സോ ഇറ്റ് ഫീൽസ് നൈസ്. വൈൽഡ് കാർഡ്? Absolutely no. റിയാസ് സലീമാണ് വൈൽഡ് കാർഡിൽ ഏറ്റവും നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴും. സ്വന്തമായിട്ട് ഞാൻ പറയണോ, ഞാനായിരുന്നു ബെസ്റ്റ് വൈൽഡ് കാർഡ്? അല്ല, അത് അങ്ങനെ പറയാനുള്ള കാരണം ഐ ഫീൽ ഐ വാസ് ദി ബെസ്റ്റ് വൈൽഡ് കാർഡ്. ഐ ഡോണ്ട് നോ വാട്ട് അതർ പീപ്പിൾ ഫീൽ. പിന്നെ മെജോറിറ്റിയുടെ അഭിപ്രായം ഈ സീസണിലെ കണ്ടന്റ് നിലവാരം വളരെ ക്വാളിറ്റി വളരെ കുറവാണ്. ഒബ്വിയസ്ലി കുറവാണ്. അംഗീകരിക്കുന്നു. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ആരുടെ ഭാഗത്തു നിന്നാണ്? ഷാനവാസിന്റെ ഭാഗത്തു നിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിൽ നടക്കുന്നത്. എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വേർഡ്സ് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വേർഡ്സ്. ഇപ്പൊ മലയാളത്തിലെ വെറും തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ്. ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ഇരിക്കുന്നു കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി. താങ്ക് യു. അഖിൽമാരെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്ഷ്മിക്ക് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്താണ് റിയാസിന്റെ ഗെയിം അങ്ങനെ വന്നിട്ടില്ലേ? അഖിൽമാരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി ഫ്ലോപ്പ് ആയതല്ലേ ഇപ്പൊ, അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് എന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? അതിൽ ആളിട്ടല്ല, ജനറലി കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. കുറച്ച് ചീപ്പായിട്ടുള്ള ആൾക്കാരും ചീപ്പായിട്ടുള്ള കോൺവെർസേഷൻസും ചീപ്പായിട്ടുള്ള കോണ്ടന്റും കൂടുതലാണ് ഈ സീസൺസിൽ. അതുകൊണ്ടാണ്. താങ്ക് യു. റിയാസിന്റെ ഗെയിമൊക്കെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും വന്നതെന്ന് പറഞ്ഞ ഓഡിയൻസിന്റെ റെസ്പോൺസും അഖിൽമാരും അഭിഷേക് ശ്രീകുമാറും ഒക്കെ കമന്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന്. ഇങ്ങനെയുള്ള പേരെടുത്താലും ഞാൻ സംസാരിക്കത്തില്ല. അതിലെ നൂറുടെ ഗെയിമിനെ കുറിച്ചൊന്നും പറയാം. വളരെ നല്ല ഗെയിം. ലക്ഷ്മി ഫ്രണ്ട്സിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഞാൻ കാരണമല്ല. ഞാൻ പോയാൽ പിന്നെ വീണ്ടും പ്രത്യേകിച്ച് ഫ്ലോട്ടൊന്നും ഉണ്ടാകത്തില്ല. മതി. പെട്ടിരിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് പുഷ്. വേറെ എന്തെങ്കിലും ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടാവാം. അത് ഇന്നും നാളെയും എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അത് ലക്ഷ്മിയിലാണോ കാണാൻ പോകുന്നത്? ഇല്ല, അങ്ങനെ പെർട്ടിക്കുലർലി ഒന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ടാസ്കിന് വിളിച്ചു, പോയി, ജസ്റ്റ് എൻജോയ്, കെയിം ബാക്ക്, അത്ര ഒഴിച്ചല്ല. 2 ദിവസത്തിനുള്ളിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത ഗെയിമാണോ അവിടെ കളിച്ചത്?